ഇതിപ്പോൾ എൻ്റെ വീടിൻ്റെ ടെറസിൻ്റെ മുകളിൽ ഉണ്ടാക്കിയ ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെതാണ്. നമുക്കിത് എല്ലാ സമയത്തും ഫ്രാഷൻ ഫ്രൂട്ട് നിന്ന് കിട്ടുന്നുണ്ട്. ഇതിപ്പോൾ ഒരു 6-7 മാസമായിട്ടുണ്ട്. പക്ഷേ ഇത് 6-7 മാസമായി വെച്ചാൽ അത്യാവശ്യം നന്നായിട്ട് ടെറസിൻ്റെ മുകളിൽ നിറച്ച് പടർന്നുണ്ട്. ഇപ്പോൾ അത്യാവശ്യം ഫ്രാഷൻ ഫ്രൂട്ട് ഇപ്പോൾ കഴിഞ്ഞ ദിവസം പൊട്ടിച്ചുണ്ടായിരുന്നു. അത് കാരണം കൊണ്ടാണ് അധികം ഫ്രാഷൻ ഫ്രൂട്ട് കാണാത്തത്. ഇത് ടെറസിൻ്റെ അടിയിൽ നിന്ന് വീടിൻ്റെ താഴത്തു നിന്നാണ് നമ്മളത് മുകളിലേക്ക് കയറ്റിയേക്കുന്നത്. ഇതിലിപ്പോൾ നമ്മളിത് പ്രത്യേകിച്ച് ഇപ്പോൾ വളമൊന്നും ചെയ്യേണ്ട കാര്യമില്ല ഫ്രാഷൻ ഫ്രൂട്ടിന്. ഇതിപ്പോൾ ഫ്രാഷൻ ഫ്രൂട്ട് ഇപ്പോൾ ഇത് വളർത്തിയത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ടെറസിന് മുകളിലേക്ക് വളർത്തിയത് ചൂട് കാലത്ത് വീടിന് ഒരു തണവ് കിട്ടും, അതിന് വേണ്ടിയിട്ട് ചെയ്തത്. കാരണം ഡ്രസ് വർക്കൊക്കെ ചെയ്യുമ്പോൾ അത്യാവശ്യം നല്ല പൈസ ചിലവായി. ഇതാകുമ്പോൾ പിന്നെ അധികം പൈസ ചിലവും കാര്യങ്ങളൊന്നുമില്ല. ഫ്രാഷൻ ഫ്രൂട്ടിനാകുമ്പോൾ വലിയ കംപ്ലൈൻറ്റും കേടുകളും വരില്ല. ഇതിൻ്റെ ഒപ്പം തന്നെ കോവ ഇതിൻ്റെ ഒപ്പം വളർത്തിയുണ്ട്. ഇതിനിപ്പോൾ ഞങ്ങൾ ചെയ്യണത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നന്നായി വെള്ളം നനയ്ക്കും. യാതൊരു വളപ്രയോഗങ്ങളും ചെയ്തിട്ടില്ല കായ്ക്കാനൊക്കെ ആയിട്ട്. ചിലവർ കായ്ക്കാൻ വേണ്ടിയിട്ട് ചാണകവെള്ളം തെളിക്കണു എന്നൊക്കെ പറയാം. തെളിച്ച് കഴിഞ്ഞാൽ അത്യാവശ്യം നന്നായി കായ്ക്കും എന്ന് പറഞ്ഞിട്ടുണ്ട്. നമുക്കിപ്പോൾ പൂക്കളും കായകളൊക്കെ ഉണ്ടാവാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടാവാത്ത കാരണമാണ് ഞങ്ങളതൊന്നും ചെയ്തിട്ടില്ല. പിന്നെ ചിലവർ അറക്കപ്പൊടി ചാരവും ഫ്രാഷൻ ഫ്രൂട്ടിൻ്റെ കുറച്ച് നീക്കിയിട്ട് റൗണ്ടിൽ ഇട്ട് കൊടുക്കണു, ഇട്ടിട്ട് മണ്ണ് മൂടി കൊടുക്കാറുണ്ട് എന്ന് പറഞ്ഞു കേട്ടിട്ടുണ്ട്. പക്ഷെ ഞങ്ങൾക്ക് ഇവിടെ അതൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല. പിന്നെ ഇതെന്താ ആഴ്ചയിൽ ഒരു ദിവസം മുകളിൽ കൂടെ നനയ്ക്കും. വേറെ ഇതൊന്നും ചെയ്യേണ്ടി വന്നിട്ടില്ല ഇതിന്. നമുക്കിത് അങ്ങനെ വർഷത്തിലെ എല്ലാ ടൈമിലും കിട്ടാറുണ്ട്. ചിലരൊക്കെ പറയേണ്ട ചില പ്രത്യേക സമയങ്ങളിൽ മാത്രമാണ് ഉണ്ടാവുക, ഒരു 4-5 മാസം ഉണ്ടാവാറുള്ളൂ എന്ന്. പക്ഷെ ഞങ്ങൾക്കിത് പല തൈകൾ, ഒരു 5-8 തൈകളൊക്കെ ഉള്ള കാരണം കൊണ്ടാണോ എന്നറിയില്ല പല ടൈമിൽ വെച്ചിട്ടുള്ളത്. നമുക്കിത് വർഷത്തിലെ എല്ലാ ടൈമിലും 12 മാസം ആയാലും നമുക്ക് കിട്ടാറുണ്ടത്. പിന്നെ ഇതിൻ്റെ വേര് സൈഡിലേക്കാണ് പോവുക. അത് കാരണം നമ്മൾ സൈഡിൽ കളച്ച് മണ്ണ് കൂട്ടിയിടുന്നത് ശ്രദ്ധിച്ചിട്ട് ചെയ്യണം. താഴത്തേക്കല്ല വേര് പോവുക, താഴ്വേരല്ല അതിന്. സൈഡുകളിലേക്കാണ്, തൈയുടെ 4 സൈഡുകളിലേക്കാണ് ഇതിൻ്റെ വേര് പോവുക. അപ്പോൾ അത് സൈഡിൽ നിന്ന് മണ്ണ് കൂട്ടിയിടുന്നത് ശ്രദ്ധിച്ച് ചെയ്യണം, കാരണം ആ വേര് പൊട്ടാൻ ഇടവരും. പിന്നെ ഇത് പരമാവധി മറ്റ് മരങ്ങൾ അത്യാവശ്യം മാവുമലിക്കൊക്കെ മാങ്ങ കിട്ടുന്ന മാവുമലിക്കൊക്കെ കയറ്റാതിരിക്കുക. കാരണം എന്താ വെച്ചാൽ ഇത് കയറി കഴിഞ്ഞാൽ പിന്നെ മാങ്ങ കിട്ടുന്നതില്ലാതെ പോകും. പരമാവധി വേണമെന്നുണ്ടെങ്കിൽ ടെറസിൻ്റെ മുകളിൽ പന്തലിട്ടിട്ടോ അല്ലെങ്കിൽ താഴത്ത് പന്തലിട്ടിട്ടോ ഇത് ചെയ്യാം. കാരണം പിന്നെ കായും കാര്യങ്ങളൊന്നും ഇല്ലാത്ത മരങ്ങളാണെന്നുണ്ടെച്ചാൽ അതുമ്മ കയറ്റാം. കാരണം എന്താ വെച്ചാൽ പിന്നെ മാവുമെന്ന് കിട്ടുന്ന സാധനങ്ങളൊന്നും ഉണ്ടാവില്ല. പിന്നെ മാവുമ്മ കയറ്റി കഴിഞ്ഞാൽ അണ്ണാനും മറ്റുള്ള സാധനങ്ങളൊക്കെ ഇതാക്കിയിട്ടാണ് നമുക്കത് കിട്ടുള്ളൂ. പന്തലിട്ടിട്ട് ഇതാക്കി കഴിഞ്ഞിട്ട് ഈ പൂക്കളുണ്ടായിട്ട് കായ ഉണ്ടാകുമ്പോൾ അത് താഴത്തേക്ക് ആക്കിയിട്ട് കഴിഞ്ഞാൽ അങ്ങനത്തെ ശല്യങ്ങളൊന്നും ഇല്ലാതെ നമുക്ക് അത്യാവശ്യം കായകൾ കിട്ടും.